നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റെ അത്രേ. ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്, നിത്യമായ ജീവിതത്തെക്കുറിച്ചുമുള്ള ബോധ്യങ്ങളിലാണ് ഒരുപാട് സംശയങ്ങളുണ്ടാകാൻ സാധ്യത. പലരും പലതും പറയുന്നതെല്ലാം കേട്ടിട്ടും വായിച്ചിട്ടും ഒരുപാട് പ്രൈവറ്റ് റെവലേഷനാണ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളത്. പരിശുദ്ധാത്മാവെ ഞങ്ങൾക്കറിയില്ല. അതെല്ലാം പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ് 997. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ്. എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള വേർപാടിൽ, ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അതേസമയം മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്തു. ലാസറേ പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ലാസറിൻ്റെ ചീഞ്ഞഴിഞ്ഞ ശരീരത്തിലേക്ക് ലാസറിൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് കടന്നു വരികയാണ് ചെയ്തത്. ലാസർ മരിച്ചപ്പോൾ ആത്മാവ് ദൈവത്തിലേക്ക് പോയി, ശരീരം ജീർണിക്കുന്നു. ആ അവസ്ഥയിൽ അന്ത്യദിനത്തിലുണ്ടാകാവുന്നത് പോലെ വീണ്ടും ആ ആത്മാവും ശരീരവും കൂടി ചേരുകയാണ്. അതാണ്. പക്ഷേ ലാസറും മറ്റ് പുതിയ നിയമഭാഗങ്ങളിലെ ഉയർപ്പ് എന്ന പോലെ അല്ല യേശുവിൻ്റെ ഉയർപ്പും അന്ത്യദിനത്തിലുണ്ടാകുന്ന ഉയർപ്പിൻ്റെ പൂർണ്ണത. ലാസർ അത് കഴിഞ്ഞിട്ട് മരിച്ചു, മനസ്സിലായോ? എന്നാൽ നമ്മളൊരു പ്രാവശ്യം മരിച്ച് ശരീരത്തിൻ്റെ ഉയർപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും മരിക്കില്ല. പിന്നെ മരണത്തിന് നമ്മുടെ മേൽ യാതൊരു, മരണത്തിന് അതീതമായി നമ്മൾ ജീവിക്കുകയാണ് പിന്നെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നീട് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കാവുന്നതാണ്. ഈ കാര്യം നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രീഡമായിരിക്കും, ഭയങ്കര സ്വാതന്ത്ര്യമായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. വിശുദ്ധ കുർബാനയുടെ അർപ്പണമെല്ലാം ഭയങ്കര അനുഭവമായിരിക്കും. കുർബാന എല്ലാത്തിൻ്റെയും പ്രധാന രഹസ്യം വിശ്വാസം അനുസരിച്ച്. അതൊരു ചടങ്ങായി മാറുന്നത് ഈ ഉത്ഥാനത്തിലുള്ള വിശ്വാസമില്ലെങ്കിൽ അത് ചടങ്ങ് തന്നെയാണ്. ഉത്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമ്മളുടെ കുർബാനയിൽ ഉടനീളം നമ്മൾക്ക് അനുഭവം തരുന്നത്. 998. ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ആരെല്ലാം ഉയർത്തെഴുന്നേൽക്കും? മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ശ്രദ്ധിക്കണം. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിലേക്കും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിലേക്കും. അവിടെയാണ് വിധി, തിന്മ ചെയ്തവർക്ക്. അപ്പോൾ തിന്മ ചെയ്ത് ദൈവത്തെ തിരസ്കരിച്ച് നരകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നരകമുണ്ട് ഇല്ലേ? നരകമുണ്ട്. അവരുടെ ആത്മാവും ഉയർത്തെഴുന്നേൽക്കും, അവരുടെ ശരീരവും ഉയർത്തെഴുന്നേൽക്കും. എന്തിനാണ്? അവരെ ശരീരത്തോടെ നരകത്തിൽ. അതാണ് നമ്മൾ നേരത്തെ സങ്കീർത്തനത്തിൽ പാടി.
ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. അതായത് അവരുടെ ഓർമ്മ ഭൂമിയിൽ പിന്നെ ഉണ്ടാകില്ല. അതാണ് യുഗാന്ത്യത്തിൽ നടക്കുന്ന ഒരു കാര്യം. അവരുടെ ശരീരവും കൂടി നരകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ദുഷ്കർമ്മികളുടെ ഓർമ്മ പോലും ഭൂമിയിൽ ഇല്ലാത്ത ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് പിന്നീടുണ്ടാകാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് നരകം. അവരുടെ ഓർമ്മ പോലും ഭൂമിയിൽ നിന്ന് എടുത്ത് മാറ്റും. പക്ഷെ ആര് നരകത്തിൽ പോകുന്നു നമുക്കാർക്കും അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ആരെല്ലാം ഉയർത്തെഴുന്നേൽക്കും? മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായും. എങ്ങനെ? 999 മിശിഹ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടു. എൻ്റെ കൈകളും കാലുകളും കാണുക, ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. പക്ഷെ അവിടുന്ന് ഭൗമിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അതുപോലെ അവിടുന്ന് എല്ലാവരും അവർ ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോടെ ഉത്ഥാനം ചെയ്യും. അവർ ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോടെ. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ശരീരമായി രൂപാന്തരപ്പെടും, ആധ്യാത്മിക ശരീരമായി തീരും. അതാണ് പൗലോസ്ലീഹയുടെ കൊരിന്ത്യൻകാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ ചിത്രീകരിക്കുന്നത്. അതിൻ്റെ സാരാംശം ഇവിടെ എഴുതിയിരിക്കുന്ന വായിക്കാം. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടി ആയിരിക്കും അവർ വരുന്നത്? അല്ലെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചോളൂ. 1 കൊരിന്ത്യൻസ് 15:35 മുതൽ 37 വരെയും 35, 37, 42, 52, 53 ഇത്രയും വചനങ്ങളാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. 35 മുതൽ 37 വരെയും പിന്നെ 42, 52, 53 വചനങ്ങൾ. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടു കൂടി ആയിരിക്കും അവർ വരുന്നത്? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, വെറുമൊരു മണി മാത്രമാണ്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നത് അനശ്വരതയിൽ ഉയർക്കുന്നു. മരിച്ചവർ അനശ്വരരായി ഉയർപ്പിക്കപ്പെടും. എന്തെന്നാൽ നശ്വരമായ ഈ പ്രകൃതി അനശ്വരമായതിനെ ധരിക്കണം, മർത്യമായ ഈ പ്രകൃതി അമർത്യമായവ ധരിക്കണം. അതാണ് മർത്യമായ ഈ പ്രകൃതി അമർത്യ. അപ്പോൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ ശരീരം ദൃശ്യമായിരിക്കുകയില്ല, അതൊരു അദൃശ്യ ശരീരമായിരിക്കും. ആരെപ്പോലെ? മലാഖമാരെ പോലെ. മലങ്കരക്കാരൊക്കെയുണ്ട് ഇവിടെ. മലങ്കരക്കാരെങ്കിലും ഉണ്ടോ? മലങ്കര ഇവരൊക്കെ മലങ്കരക്കാരാണല്ലേ. ഈ പാട്ട് അറിയാമോ? പാഴൂഴിയിലുയരും ശോശാന പൂക്കൾ പോൽ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തും ആദാം മക്കൾക്കായി റൂക്കുദിശ നെയ്ത കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ. അതായത് പാഴൂഴിയിലുയരും ശോശാന പൂക്കൾ പോൽ. ശോശാന പൂക്കൾ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത പൂവാണത്. ഇത് പാഴൂഴിയിൽ എന്ന് പറഞ്ഞാൽ സിമിസ്തേരിയിൽ സാധാരണ വളർത്താറുള്ള പൂക്കളാണ്. സിമിസ്തേരിയിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ആ പൂക്കൾ. എന്താണ് ആ പൂക്കൾ ഓർമ്മിപ്പിക്കുന്നത്?
പാഴുഴിയിലുയരും ശോശാന പൂക്കൾ പോൽ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം കൈ കൊണ്ട് പണിയാത്തതായ, അതായത് അമർത്യമായ ഒരു വസ്ത്രം ചാർത്തും എന്ന് ആദാം മക്കൾക്കായി റൂകുദിശ നെയ്ത. ആദാമിൻ്റെ സകല മക്കളെയും അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൈപ്പണിയില്ലാത്ത ഒരു വസ്ത്രം ചാർത്തും. ആ മനോഹരമായ കാര്യമാണ് നമ്മൾ ഇവിടെ വെച്ച് തന്നെ കാണേണ്ടത്. എങ്ങനെ ഇതൊക്കെ സംഭവിക്കും? 1000 നമ്പർ 1000 എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു എന്നത് നമ്മുടെ ഭാവനയ്ക്കും ഗ്രഹണശക്തിക്കും അതീതമാണ്. അത് വിശ്വാസത്തിന് മാത്രം അഭികാമ്യമാണ്. എന്നാലും കേട്ടോളൂ, വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ ഭാഗഭാഗിത്വം നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിലൂടെ രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതാണ് ഭൂമിയിൽ നിന്നുള്ള അപ്പം, അതിന്മേൽ ദൈവത്തിൻ്റെ ആശീർവാദത്തിനായുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ സാധാരണ അപ്പമല്ല, ഭൗതികവും സ്വർഗീയവുമായ 2 പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ കുർബാനയായിത്തീരുന്നു. അതുപോലെ തന്നെ കുർബാനയിൽ പങ്കുകൊള്ളുന്ന നമ്മുടെ ശരീരങ്ങളും നശ്വരമല്ല, പ്രത്യുത ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ ഉൾക്കൊള്ളുന്നതായിത്തീരുന്നു. അതാണ് കുർബാനയിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഈ കുർബാനയിൽ സ്വീകരിക്കുന്ന ഇതെന്തെല്ലാം സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ചെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ഈ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പരിശുദ്ധാത്മാവേ, ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും. അടുത്തായ അടുത്ത് പരിശുദ്ധാത്മാവ് എഴുതുന്നു. ആ പരിശുദ്ധാത്മാവ് ഉയർപ്പിൻ്റെ ആത്മാവാണ്. ആ ഉയർപ്പിൻ്റെ അനുഭവം ഇവിടെ വെച്ച് തന്നെ നമുക്ക് മുൻകൂട്ടി കിട്ടുന്നു. അന്ത്യദിനത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ഉയർപ്പിൻ്റെ മുൻകൂർ അനുഭവം നമുക്ക് ഇവിടെ വെച്ച് കിട്ടുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീ ജീവൻ നൽകിയിടും അപ്പം സ്നേഹമുടനെ കൈക്കൊള്ളുവോരെന്നിൽ നിത്യം ജീവിക്കും, നേടും അവൻ സ്വർഗം. സ്വർഗം നിശ്ചയമായി നേടും. അവൻ സ്വർഗം നിശ്ചയമായി നേടും. ഓക്കെ, അപ്പം നമ്മൾ കുർബാനയിൽ ശ്രദ്ധിച്ചോളൂ. ഒരുപാട് പ്രാർത്ഥനകളിൽ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വമിശിഹായുടെ കൃപാവരും നാം എല്ലാവരിലും. അപ്പം ഈ ജീവിപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജീവനല്ല അത് തീർച്ചയായിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അനന്തതയിലേക്കുള്ള ആ ജീവൻ യേശുവിനോടൊപ്പം ജീവിക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് സഹോദരരെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ ഈ യുഗാന്ത്യം വരെയുള്ള ആ യുഗാന്ത്യത്തിൽ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തോടൊപ്പം വസിക്കും, ദൈവത്തോടൊപ്പം ആനന്ദിക്കും, മണവാളനും മണവാട്ടിയും ഒന്നാകും എന്ന ആ വിശ്വാസത്തോടെ ദൈവപുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ആരാണ് ഈ ഞാൻ? മരിച്ച കർത്താവാണോ ഉയർത്ത കർത്താവാണോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ എല്ലാവരും, അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. എന്ത് പറയാൻ പറ്റി? എന്താ സംശയം? ശിക്ഷാവിധി ഉണ്ടാവില്ലെന്നോ? ഇത് ബാധകമാണോ അമ്മയ്ക്ക്? ഇത് അമ്മച്ചിക്ക് ബാധകമാണോ? അപ്പോൾ അമ്മച്ചിക്ക് ശിക്ഷാവിധി ഉണ്ടാകില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ശിക്ഷാവിധി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്തുകൊണ്ട്? എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും ഞാൻ. ഏവം അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? അവനെ രക്ഷിച്ച കർത്താവ് തന്നെ അതിൻ്റെ സകല വിസ്മയനീയതയോടും കൂടി അവനോടൊപ്പം വസിക്കുകയും അവനെയും കൊണ്ടുപോവുകയാണ് അങ്ങോട്ടേക്ക്. ഓക്കെ, ഇനി 1001 എപ്പോഴാണ് ഇത് സംഭവിക്കുക? തീർച്ചയായും അവസാന ദിവസം, ലോകാവസാനത്തിൽ യഥാർത്ഥത്തിൽ മൃതരുടെ ഉത്ഥാനം ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനവുമായി അവഗാഢം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ്, പ്രത്യാഗമനത്തിനോടൊപ്പം സംഭവിക്കുന്ന പ്രധാന കാര്യമാണ് മൃതരുടെ ഉത്ഥാനം. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളധ്വനിയോടും കൂടി കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിലായിരിക്കുന്ന മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. ഇത് ഞാൻ മുമ്പ് വായിച്ചതൊന്നുകൂടി വായിക്കുകയാണ്. 1002 അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്തു കഴിഞ്ഞു, ഇപ്പോൾ തന്നെ ഉത്ഥാനം ചെയ്തു കഴിഞ്ഞു എന്നതും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും ഉള്ള ഒരു പങ്കുചേരലാണ്. മാമോദീസ വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളായവ അന്വേഷിക്കുവിൻ. ഇത് എവിടെയാ? കൊളോസി എന്നൊന്ന്. കൊളോസി ലേഖനം അല്ല, ഇത് 557 കൊളോസി 2:12 മുതൽ കൊളോസ് 2:12 3:1 ഒക്കെയാണ്. 2:12 1003 മാമോദീസ വഴി ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശ്വാസികൾ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ സ്വർഗീയ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ പങ്കുപറ്റുന്നു. പക്ഷേ ഈ ജീവിതം ദൈവത്തിൽ ക്രിസ്തുവിനോടുകൂടി നിഗൂഢമായിരിക്കുന്നു. നമ്മൾ കൊളോസി 3:3 പറഞ്ഞില്ലേ, നിഗൂഢം.
പിതാവ് അവിടത്തോടുകൂടി നമ്മെ ഉയർപ്പിച്ചു, സ്വർഗത്തിലെ യേശുക്രിസ്തുവിൽ അവിടത്തോടുകൂടി ഇരുത്തുകയും ചെയ്തു. കുർബാനയിൽ അവിടുത്തെ ശരീരം കൊണ്ട് പരിപോഷിക്കപ്പെട്ട നാം അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. നാം അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടത്തോടുകൂടെ നാമും മഹത്വത്തിൽ കാണപ്പെടുകയും ചെയ്യും. മഹത്വത്തിൽ. കൊളോസോസ് 3:4 വായിച്ച കൊളോസോസ് 3:4. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ എന്താ നമുക്ക് തോന്നണേ? ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തത് എന്താ? ഇങ്ങനെ ഉയർക്കണോ? ഉയർക്കണമെങ്കിൽ എന്ത് വേണം? മരിക്കണം. അതാണ് മരണം. ഉയർക്കണമെങ്കിൽ എന്ത് വേണം? മരിക്കണം. മരിക്കാണ്ട് ഉയർക്കാൻ പറ്റില്ല. അതാണ് മരണം. അപ്പോൾ ഇതാ പറയുന്നു, ക്രിസ്തുവിനോട് കൂടി 1005 ക്രിസ്തുവിനോട് കൂടി ഉയർക്കാൻ നാം ക്രിസ്തുവിനോട് കൂടി മരിക്കണം. നാം ശരീരത്തിൽ നിന്ന് അകലുകയും കർത്താവിനോട് അടുത്തിരിക്കുകയും വേണം. മരണമാകുന്ന ആ വേർപാടിൽ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർതിരിക്കപ്പെടുന്നു. മൃതരുടെ ഉത്ഥാന ദിവസം അത് ശരീരവുമായി വീണ്ടും സംയോജിക്കപ്പെടും. അപ്പോൾ മരണം എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. മരണമെന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ അന്ധവിശ്വാസം. നമ്മളെപ്പോഴും മരണത്തെ ഒരു ദുഃഖ വാർത്തയുണ്ട്, ഒരു മരണറിയിപ്പ്, എല്ലാ കറുത്ത മുഖം അതിനകത്ത് കാണില്ലേ? അതിന് കറുത്തൊരു ബോർഡർ, കറുത്ത അക്ഷരങ്ങൾ, എൻ്റെ ഇന്ന ആൾ ആത്മാവിൽ വേണ്ടതെല്ലാം സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം വ്യസന സമേതം അറിയുക. ഏതാണ്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ചത് ഏതാണ്ട് ഭയങ്കര ഒരു, എനിക്കറിയില്ല, പക്ഷേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പം മരിച്ചപ്പോഴും ഇതൊക്കെ തന്നെ അടിച്ചിറക്കേണ്ടി വന്നു. അപ്പം മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോഴൊക്കെ ഞാൻ അടുത്തുണ്ടായിരുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അപ്പം ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ അപ്പം പറയും, ഇനി നീ വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ലട്ടാന്ന് പറയും. ഞാൻ പറയും, ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളൊരു ഡിസ്പ്യൂട്ടല്ല. അപ്പൻ വചനമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്, നന്നായിട്ട് ബൈബിളൊക്കെ എല്ലാ ദിവസവും വായിക്കുകയും ചെയ്യും. അപ്പോൾ അപ്പനൊരു കാര്യം അറിയാം, ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൻ മരിക്കുന്നതെങ്കിൽ ഞാൻ വരില്ല എന്നറിയാം. എന്തുകൊണ്ട് വരില്ല? ആ ധ്യാനം ഉപേക്ഷിച്ച് വരില്ല. എന്തുകൊണ്ടാണ്? വചനം പറയുന്നത് മരിച്ചവർ അടക്കട്ടെ, നീ പോയി സുവിശേഷ വേല ചെയ്യും. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ കർത്താവ് അത് വേണ്ടമാതിരി ഒരുക്കും. അതുപോലെ ആ മരണത്തിൻ്റെ സമയമായപ്പോൾ ഞാൻ അവിടെ വന്നെത്തി. അങ്ങനെ വളരെ മനോഹരമായി മടിയിൽ കിടന്ന് അപ്പനങ്ങ് മരിച്ചു. അവിടെ അടുത്തുണ്ടായിരുന്ന ആൾക്കാർ പലരോട് വരാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് അങ്ങോട്ട് പോയി. ശരിക്കും എനിക്ക് കാണാം ആത്മാവ് അങ്ങനെ പോകുന്നതും ആ ശരീരത്തിൻ്റെ ചൂട് മാറി സാവധാനം തണുക്കുന്നതും ഒരു വലിയ ദിവ്യ അനുഭൂതിയായിരുന്നു അത്. എനിക്കൊരിക്കലും അത് മറക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ അമ്മ മരിച്ചപ്പോഴും ഞാനവിടെ അടുത്തുണ്ടായിരുന്നു. എന്തോ ഒരു ദിവ്യ അനുഭൂതിയായിരുന്നു അത്. അപ്പം മരണം എന്നത്, അപ്പോൾ മുമ്പേ തന്നെ എനിക്കറിയാം ഇവർ 2 പേരും അവരെല്ലാം
അവരുടെ എല്ലാ ഈ രീതിയിലെല്ലാം ഭാഗ്യമായ കർത്താവിൻ്റെ ആ എല്ലാ അനുഗ്രഹത്തിലൂടെ നീങ്ങുകയാണ്. എനിക്ക് നല്ല ഉറപ്പാണ്, ഉടനെ തന്നെ അവർ സ്വർഗത്തിലേക്കാണ് പോയത്. വാസ്തവത്തിൽ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത് കേട്ടോ. ഞാൻ എപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പൻ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായിട്ടാണ് എനിക്ക് അപ്പനും അമ്മയില്ല. അവർ വിശുദ്ധരാണവർ. അവർ സ്വർഗത്തിലിരുന്ന് അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനകളൊക്കെ നമുക്ക് വലിയ ശക്തിയായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ മരണം എന്നത് ഒരു ദുഃഖകരമായ അവസ്ഥ അല്ല എങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ, ഇപ്പോൾ കർത്താവ് തന്നെ ലാസർ മരിച്ചപ്പോൾ കരഞ്ഞു ഇല്ലേ, കരഞ്ഞു. അപ്പോൾ അതൊരു നമ്മുടെ ആ ജീവിതത്തിലെ ഓർമ്മകളും ആ വ്യക്തിബന്ധങ്ങളും വിട്ട് കാണപ്പെടാത്തൊരവസ്ഥയിൽ നീങ്ങുമ്പോൾ കുറച്ച് ദിവസം നമുക്കൊരു ദുഃഖമുണ്ടാവും, അത് തീർച്ചയാണ്. പക്ഷെ ആ ദുഃഖത്തെ അതൊരു മാനസികമായൊരു ദുഃഖമാണ്. എന്നാൽ അതേ സമയത്ത് ആത്മാവിൽ നമ്മൾ ആ വ്യക്തിയുടെ ആത്മാവുമായിട്ട് ഒരു ബന്ധത്തിലാണ്. കാരണം ആ വ്യക്തി ദൈവത്തിൻ്റെ മടിയിലാണ്, നമ്മളും ദൈവത്തിൽ തന്നെയാണ്. അതുകൊണ്ട് മരിച്ച ആത്മാവിനെ ചൊല്ലി ഒരുപാട് ദുഃഖിക്കുന്നത് മോശത്തരമാണ്. അതുകൊണ്ടുണ്ടാവുന്നത് അസുഖങ്ങളാണ്, വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ ആ മരിച്ച വ്യക്തി ദൈവത്തിലേക്ക് പോകുന്നു എന്നും ഇതാ ഒരു വചനം വരുന്നു. ഈശോ പറഞ്ഞു, ദാ 2 കുരുവികളെ നോക്കുവിൻ, അവയിൽ ഒന്നുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ വീഴില്ല. നിങ്ങളുടെ തലമുടി നാരുകൾ പോലും എണ്ണപ്പെട്ടിരിക്കും. അപ്പോൾ ഒരാൾ മരിക്കണമെങ്കിൽ ദൈവം അറിയാതെ മരിക്കില്ല. ഈവൻ ഇനി സൂയിസൈഡ്, എന്താ പറയുക, സൂയിസൈഡിന് ആത്മഹത്യയാണെങ്കിൽ പോലും പണ്ടെല്ലാം ഈ അറിവില്ലാഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ആൾക്കാരെ ഭയങ്കര ഒരു പാപമാണ് അവർ ചെയ്തതെന്നും പറഞ്ഞ് അവരെ സുവിസ്തേരിയിൽ പോലും, അതാണ് ഈ അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയും. പിന്നീട് നമ്മൾക്ക് ബുദ്ധിയും ബോധ്യവും സുവിശേഷമൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാനിത് കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. കന്യാസ്ത്രീ മഠങ്ങളിൽ പോലും ഈ ബൈബിള് പണ്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. കുറ്റം പറയല്ല. ചില വയസ്സായ കന്യാസ്ത്രീമാർ പറയും, എൻ്റെ താമസ് പോലെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇന്നുള്ള മാതിരി ബൈബിളൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവർ ചില ഓരോ പ്രബോധനങ്ങളും എന്നെ ഇപ്പോൾ മരിയ വാൾത്തോർത്തയുടെ പുസ്തകം എന്നെക്കൊണ്ട് വായിപ്പിക്കണില്ല. കർത്താവ് എന്നെക്കൊണ്ട് വായിപ്പിക്കണില്ല. എന്നാൽ ചിലവർക്ക് അത് ബൈബിളിലേക്കാളും പ്രാധാന്യമാണ്. മരിയ വാൾത്തോർത്തയിൽ ഇങ്ങനെ എഴുതിയേക്കണം, മരിയ വാൾത്തോർത്ത ഇങ്ങനെ പറയുന്നു. അതൊരു ആധികാരികമായ പ്രബോധനം അല്ല. അപ്പം അങ്ങനെ വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളും അവർക്ക് ദൈവം അവരോട് സംസാരിച്ച കാര്യങ്ങൾ ശരിയായിരിക്കാം. അതെന്ത് കാര്യത്തിനാണ്, എന്ത് സാഹചര്യത്തിനാണ്, എന്ത് കാലഘട്ടത്തിലാണ്, അതെല്ലാം വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ വിശുദ്ധരാണ്. കൊച്ചു തെരേസയും അമ്മ തെരേസയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ TV ഉണ്ടായിരുന്നോ? ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നോ? ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന മതിയോ ഇന്ന് നമുക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം എന്താ? അന്നത്തെ ആയിട്ട് തുലനം ചെയ്യുമ്പോൾ ഇനി മഠങ്ങളിൽ തന്നെ ആയാലും അന്നത്തെ മഠങ്ങൾ പോലെയാണോ ഇന്നത്തെ മഠങ്ങൾ? അല്ല. നമ്മൾ സമൂഹ ജീവിതത്തിലുള്ള നമ്മളായാലും. അപ്പോൾ എൻ്റെ ഒരു എളിയ അഭിപ്രായം, അന്ന് അവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനാ രീതികളെക്കാൾ കൂടുതൽ ആഴമായ ഒരു പ്രാർത്ഥനാ രീതി വേണം ഇന്ന് നമുക്ക് പവിത്രതയിൽ ജീവിക്കാൻ.
മനസ്സിലാവുന്നുണ്ടോ? അത്രയ്ക്ക് കൂടുതൽ ഡയാപ്പിലേറ്റഡ് സിറ്റുവേഷനിലാണ് നമ്മൾ. കൂടുതൽ ലൗകികത, കൂടുതൽ എന്താ പറയണേ, നമുക്കറിയാലോ. ഇതെന്തിനിപ്പോൾ നമ്മൾ പറഞ്ഞത്? ആത്മഹത്യ. ഓക്കെ. അപ്പോൾ എപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളതാണ് ആത്മഹത്യയെക്കുറിച്ച്. ആത്മഹത്യ 3 കാരണങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് 3 കാരണം കൊണ്ടാണ്. ഒന്ന്, എന്തെങ്കിലും മാനസിക വിഭ്രാന്തി, അവൻ്റെ മെൻ്റൽ നോർമൽ സിസ്റ്റം തെറ്റിയിട്ട് അവൻ ഒരു ഫോൾസ് മെൻറ്റാലിറ്റിയാണ്, അതായത് ഒരു മാനസിക രോഗം. 2, എന്തെങ്കിലും പൈശാചിക പീഡ അവനെ അതിലേക്ക് എന്താ പറയുക, അതിനെ പ്രലോഭിപ്പിക്കുന്നു. 3, അവൻ ജീവിക്കുന്ന സമൂഹം അവനെ ജീവിക്കാൻ അനുവദിക്കാത്ത പോലെ അവനെ പീഡിപ്പിക്കുന്നു. ഇപ്പം അമ്മായിയമ്മയും മരുമോനും നാത്തൂന്മാരും എല്ലാം ഈ പെണ്ണിനെ പീഡിപ്പിക്കുകയാണെങ്കിൽ അവൾ ഒരു ദിവസം ഇതൊക്കെ കേട്ടിട്ട് പിറ്റേ ദിവസം അവൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ലാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞ് കെറോസിൻ ഒഴിച്ച് തീ കുത്തും. ഇപ്പം എന്തുകൊണ്ടാണ് അവൾ ചെയ്തത്? ഈ കുടുംബം മുഴുവനും അവളെ പീഡിപ്പിക്കുന്നു. ഇപ്പോൾ ഇത് ഇവളുടെ കുറ്റമാണോ? അവളുടെ കുറ്റമാണോ? അവളുടെ കുറ്റമല്ല. അപ്പോൾ സഭ പറയുന്നത്, പഠിപ്പിക്കുന്നത്, എന്നിരുന്നാലും ഒരാൾക്കും അവനവൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ മരിക്കാനായിട്ട് അനുവാദമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് സംഭവിച്ചാൽ ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം ആ ആത്മാവിനെ സമാധാനത്തിൽ സ്വർഗത്തിൽ ചുണ്ടിയിലെന്ന് പറയണേ. ഇപ്പം ഈ ചിലർ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു മരണമുണ്ടായി, ആ വീട്ടിൽ തന്നെ ജീവിക്കാൻ പേടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ഒരു വാടകയ്ക്ക് വീടെടുത്തപ്പോൾ അവർ തുറന്നു പറഞ്ഞു, ഇതാരും വാടകയ്ക്ക് പേടിക്കാത്തത് ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞേക്കാണ്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല എനിക്ക്, അതുകൊണ്ട് കുറച്ച് വാടക കുറച്ച് തരാണെങ്കിൽ നല്ല കാര്യം. എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. കാരണം ആ ആത്മാവ് ദൈവം അറിയാണ്ട് മരിക്കില്ല. എങ്ങനെ മരിച്ചാലും മരിക്കില്ല. അതാണ് ദൈവത്തിൻ്റെ അപ്രമാദിത്യം, ദൈവത്തിൻ്റെ സർവാധിപത്യം എന്ന് പറയുന്നത്. ദൈവം അവനെ മരിപ്പിക്കുകയല്ല ചെയ്യണത്. അവനങ്ങനെ മരിച്ചാലും അത് ദൈവം കരുണയോടെ അനുവദിച്ചതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മാക്കൾ മരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര പേടി. അപ്പോൾ പണ്ടെല്ലാം അവനെ സിമിസ്തേരിയിൽ കുഴിച്ചിട്ടില്ല. അപ്പോൾ സഭയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ മരണം എന്നത് ഒരിക്കലും ഒരു ദുഃഖകരമായ അവസ്ഥയായിട്ട് കാണരുത്. മറിച്ച് മരണം എന്നത് ക്രിസ്തുവിനോട് കൂടി മരിക്കുന്നതാണ്. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ക്രിസ്തുവിനോട് കൂടിയാണ് മരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിലുള്ള പങ്കാളിത്തമാണ്. ഇവിടെ മരണത്തെ സംബന്ധിച്ചാണ് മനുഷ്യൻ്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ ദുരൂഹമായിരിക്കുന്നത്. 1006. ഒരർത്ഥത്തിൽ ശാരീരിക മരണം സ്വാഭാവികമാണ്. പക്ഷെ വിശ്വാസമനുസരിച്ച് അത് യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ വേദനമാണ്. ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നവർക്ക് മരണം കർത്താവിൻ്റെ മരണത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. ഒന്നുകൂടി പറയട്ടെ, ഒന്ന് ഉച്ചത്തിലേറ്റ് പറഞ്ഞാലോ. ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നവർക്ക് മരണം കർത്താവിൻ്റെ മരണത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. അതിനാൽ അവർക്ക് അവിടുത്തെ ഉത്ഥാനത്തിലും പങ്കുചേരാൻ സാധിക്കും. ക്രൈസ്തവ മരണത്തിന് ക്രിസ്തു മൂലം ഭാവാത്മകമായൊരർത്ഥം കൈവന്നിരിക്കുന്നു.
എന്തെന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക എന്നത് ക്രിസ്തുവാകുന്നു, മരിക്കുക എന്നത് ലാഭമാകുന്നു. നാം അവനോടുകൂടി മരിച്ചെങ്കിൽ നാം അവനോടുകൂടി ജീവിക്കും എന്ന് വചനം വിശ്വാസയോഗ്യമാണ്. ക്രൈസ്തവ മരണത്തെ സംബന്ധിച്ച് സത്താപരമായ നവീനമായിട്ടുള്ളത് ഇതാണ്: മാമോദീസായിലൂടെ ക്രൈസ്തവർ ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടി കൗദാശികമായി ക്രിസ്തുവിനോടുകൂടി മരിച്ച് കഴിഞ്ഞു. നാം ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നെങ്കിൽ ശാരീരിക മരണം ക്രിസ്തുവിനോടുകൂടിയുള്ള ഈ മരണത്തെ പൂർണ്ണമാക്കുന്നു. അങ്ങനെ അവിടത്തോട് ഉള്ള നമ്മുടെ ഏകീഭവിക്കൽ അവിടുത്തെ രക്ഷാകര പ്രവൃത്തിയിൽ നിറവേറ്റുന്നു. ഓക്കെ, ഇതൊക്കെ ഇത്തിരി പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും മനസ്സിലായാൽ മതി. ഇനി കേട്ടോ, തൻ്റെ മരണത്തെ 1020 തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള പ്രവേശനവും യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ കണക്കാക്കുന്നു. എന്നൊരു വായിക്കാം. തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള ആഗമനവും നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. മരണത്തോടടുക്കുന്ന വ്യക്തിയോട് സഭ ക്ഷമയുടെയും പാപമോചനത്തിൻ്റെയും വാക്കുകൾ അവസാനമായി പറയുമ്പോൾ ശക്തി പ്രദാനം ചെയ്യുന്ന അഭിഷേകം കൊണ്ട് അവസാനമായി അവനെ മുദ്ര വയ്ക്കുമ്പോൾ യാത്രയ്ക്കുള്ള ഭക്ഷണമായി ക്രിസ്തുവിനെ തിരുപാഥേയത്തിൽ നൽകുമ്പോൾ മധുരമായ ഉറപ്പോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കട്ടെ. നമ്മളേതായാലും മരിക്കുമ്പോൾ ചിലപ്പോൾ കേട്ടില്ലെന്ന് വരും. ഇപ്പോൾ ഒന്ന് കേട്ടോ. അന്ത്യകുദാശ